ഭാർഗവി നിലയം പോലെ ആ വീട്. 18 വർഷത്തിലേറെയായി അടഞ്ഞുകിടപ്പിലാണ് ആ വീട്. മുറ്റം കാട് കയറിയും മരച്ചില്ലകൾ വീണ് മേൽക്കൂര പൊട്ടി ചോർന്നലിച്ചും ചിതലരിച്ചും കിടപ്പാണെന്നും. 18 വർഷം മുൻപ് അമ്മയും 2 പിഞ്ചുകുട്ടികളും അതിദാരുണമായി കൊല്ലപ്പെട്ടത് അഞ്ചൽ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഏറം കളീക്കടയിലെ ഈ വീട്ടിൽ വെച്ചാണ്. നമുക്ക് ഒന്നേ നോക്കാൻ തോന്നിയുള്ളൂ. 2 പിഞ്ചു കുഞ്ഞുങ്ങളെ കടുത്തടുത്തേക്ക് തള്ളയുടെ കടുത്തടുത്ത് ചെറിയ അറ്റുപാലുണ്ട്. അവിടുന്ന് ഒരു റൂമിൽ വെച്ച് കഴുത്തറുത്ത് വേറെ റൂമിൽ കൊണ്ടുവന്നിട്ടേക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. മെഡിക്കൽ കോളേജിൽ വെച്ച ഒരു കാവലുണ്ടായിരുന്നു ഇവരെ കൊല്ലാൻ വേണ്ടി. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് അതിൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. ആരാന്ന് നമുക്കറിയത്തില്ല, ബന്ധുവാന്നൊക്കെ പറഞ്ഞു വിടുക. അങ്ങനെ ഒരു ദിവസം 2 പേര് ഒറ്റ കുട്ടിയായ 2 കൊച്ചു കുഞ്ഞുങ്ങളെ തള്ളയും കൂടെ കഴുത്തറുത്ത് തള്ളയെ വലിച്ചടിച്ച് വേറെ എടുത്താൽ വന്നിട്ട് കട്ടിലിട്ട് 2 കുഞ്ഞുങ്ങളെ കഴുത്തറുത്താൻ 19 വർഷമായി. എനിക്ക് 65 വയസ്സുമായി. സംഭവത്തിന് ശേഷം ഈ വീട്ടിൽ ആരും താമസിച്ചിട്ടില്ല. 2006 ഫെബ്രുവരി 10 വെള്ളിയാഴ്ച പകൽ 2 മണിയോടെയാണ് ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വന്ന അലേമൺ രഞ്ജിനി വിലാസത്തിൽ 24 വയസ്സുള്ള രഞ്ജിനിയെയും ഇവരുടെ 17 ദിവസം പ്രായമായ 2 ഇരട്ട പെൺകുട്ടികളെയും കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. സൈനികരായ അലേമൺ കൊച്ചുമടപ്പള്ളിൽ വീട്ടിൽ 21 വയസ്സുള്ള ദിവിൽകുമാർ, കണ്ണൂർ തളിപ്പറമ്പ് കൈതപ്പുറം ശ്രീകണ്ഠപുരത്ത് പുതുശ്ശേരി വീട്ടിൽ 26 വയസ്സുള്ള രാജേഷ് എന്നിവരാണ് പ്രതികളെന്ന് പോലീസ് കണ്ടെത്തിയെങ്കിലും ഇരുവരും ഒളിവിൽ പോവുകയായിരുന്നു. കള്ളപ്പേരുകളിൽ താമസിച്ചു വന്ന ഇരുവരെയും പോണ്ടിച്ചേരിയിൽ നിന്നുമാണ് CBI സംഘം കസ്റ്റഡിയിലെടുത്തത്. ജില്ലാ വിഷൻ, അഞ്ചൽ. ഒരു കുടുംബത്തിന്റെ സ്വപ്നമാണ് ഒരു വീട്. എന്നാൽ പലർക്കും അത് സാക്ഷാത്കരിക്കാൻ സാധിക്കാറില്ല. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സിന്റെ വിജയകരമായ 30ാം വാർഷികത്തിനോടനുബന്ധിച്ച് 2025 ജാനുവരി 5-ാം തീയതി ഒരു കുടുംബത്തിന് സൗജന്യമായ ഒരു വീട് നിർമ്മിച്ചു നൽകുന്നു. Building Contractors, Anjal, Agastikoda. Contact 94472 44659 89218 37847.